വെൽക്കം ടു മൈ ലീഗൽ തോട്ട്സ് ചാനൽ. ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വെറും ഒരു ഫോൺ മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ ഒരു ലൈഫ് പാർട്ണറാണ്. എപ്പോഴും നമ്മോടൊപ്പം കയ്യിലുണ്ടാകുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേർക്കും മൊബൈൽ ഫോൺ കാണും. കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും ഇന്ന് വലിയ ഒരു മൊബൈൽ ഫോണാണുള്ളത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ അത് ചെറിയ ഫോണിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്നു. അതിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് മാറിയപ്പോഴത്തേക്ക് ഒരു വലിയ വിപ്ലവാത്മകമായ ഒരു സംഭവമാണ് ഈ നെറ്റ്വർക്ക് കണക്ഷനുള്ള ഒരു മൊബൈൽ ഫോൺ ഇംപ്ലിമെൻ്റ് ചെയ്തതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്തതായ ഒരു കാര്യങ്ങളുമില്ല എന്ന് ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫറാണ്, നമ്മുടെ ഒരു കാൽക്കുലേറ്ററാണ്, നമ്മുടെ ഒരു നാവിഗേറ്ററാണ്, നമ്മുടെ ഒരു ലൈബ്രറിയാണ്, നമ്മുടെ ഒരു മൂവിങ് ലൈബ്രറിയാണ് പലപ്പോഴും മൊബൈൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു സിനിമാ തിയേറ്ററാണ്, പിന്നെ നമ്മുടെ ബാങ്കാണ്, നമ്മുടെ വാലറ്റാണ്. അങ്ങനെ എന്ത് അല്ല എന്ന് പറയുന്നതായിരിക്കും മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് നല്ലത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് മൊബൈൽ ഫോൺ വഴി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയേറെ ഉപയോഗമുള്ള ഈ മൊബൈൽ ഫോൺ അത്ര തന്നെ അബ്യൂസുമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. തീർച്ചയായിട്ടും യൂസായിട്ടുള്ള ഒരു സാധനത്തിന് ഒരു അബ്യൂസും ഉണ്ടാകും. ഒരു ഗുണമുള്ളതിന് ഒരു ദോഷവും ഉണ്ടാകും എന്ന് പറയുന്ന പോലെ. ഗുണമില്ലാത്തതിന് ദോഷം ഉണ്ടാകില്ലല്ലോ. അപ്പോൾ യൂസ് ഉള്ളതിന് അബ്യൂസും ഉണ്ടാകും. അപ്പം നമ്മൾ യൂസായിട്ട് തന്നെ ഈ സാധനത്തെ ഉപയോഗിച്ചാൽ 100% ഇതുപോലെ ഗുണകരമായ ഒരു സംഗതിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതേ സാധനം ഇത് അബ്യൂസ് ചെയ്താൽ വളരെയേറെ ദോഷകരമായ ഒരു സംഗതിയുമാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലൂടെ ജീവിതം തന്നെ നശിച്ച ആൾക്കാർ ധാരാളമുണ്ട്. ആത്മഹത്യ ചെയ്ത ആൾക്കാർ ധാരാളമുണ്ട്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരും ധാരാളമുണ്ട്. എന്ന് വിചാരിച്ച് ഈ മൊബൈൽ ഫോണിനെ നമ്മൾ ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട്ണറായിട്ട്, നമുക്ക് എല്ലാ സഹായവും ചെയ്തിരുന്ന ഒരു പാർട്ട്ണറായിട്ട് തന്നെ ബുദ്ധിപരമായ രീതിയിൽ ഈ മൊബൈലിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, മൊബൈൽ ഫോണുകളിൽ നടക്കുന്ന പുതിയ തരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ചാണ്. ഈ മൊബൈൽ ഫോൺ തട്ടിപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇന്നതാണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുവാൻ സാധിക്കില്ല. ഇന്ന് നടക്കുന്ന തട്ടിപ്പായിരിക്കത്തില്ല നാളെ നടക്കുന്നത്. അത്രയും ഇന്നോവേറ്റീവായിട്ട് മനുഷ്യൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മറ്റുള്ളവരെ തട്ടിപ്പ് നടത്തുവാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ വളരെ യുക്തിപരമായും യുക്തിസഹമായും ആയുള്ള രീതിയിൽ ഈ മൊബൈൽ ഫോണിനെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇപ്പം ഹണി ട്രാപ്പിംഗ് ആയാലും ശരി തന്നെ, അതല്ല ഈ ട്രേഡുമായി ബന്ധപ്പെട്ട തട്ടിപ്പായാലും ശരി തന്നെ, അതല്ല ഓൺലൈൻ ബാങ്കിങ് സംബന്ധമായ തട്ടിപ്പായാലും ശരി തന്നെ, അതല്ല ആധാർ പാൻ കാർഡ് തങ്ങളിൽ ലിങ്ക് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ അയച്ചുള്ള തട്ടിപ്പ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം റീസെൻ്റായിട്ട് വന്നിട്ടുള്ള വെർച്വൽ അറസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ മുൻപ് മുതലേ ഉള്ളായിരുന്നു ഓൺലൈൻ ഗെയിമിലൂടെ തന്നെ കാശ് നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ തന്നെ വ്യാജ സൈറ്റുകൾ ധാരാളമുണ്ട്. അതിലൂടെ നമ്മൾ കബളിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ തട്ടിപ്പിൻ്റെ ഒരു നീണ്ട നിര തന്നെ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്, പാലിക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. ആ മുൻകരുതലുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത്, ഒരു സ്ഥാപനത്തിലും ഫോണിലൂടെ ആവശ്യപ്പെട്ടാൽ നമ്മുടെ ആധാർ നമ്പർ, പാൻ കാർഡ് നമ്പർ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നിവ ഒരു കാരണവശാലും കൊടുക്കരുത്. ഏത് സ്ഥാപനമാണോ ആവശ്യപ്പെടുന്നത് നമ്മൾ ആ സ്ഥാപനത്തിൽ നേരിട്ട് ചെല്ലുക. നിങ്ങളിങ്ങനെ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടിരുന്നോ, നിങ്ങൾക്ക് ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് വേണോ, നിങ്ങൾക്ക് പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് വേണോ, പാസ്ബുക്ക് ഡീറ്റെയിൽസ് വേണോ എന്ന് അവരോട് ചോദിക്കുക. എന്തെങ്കിലും അപ്ഗ്രേഡേഷൻ്റെ ആവശ്യം വന്നിട്ടുണ്ടോ എന്ന് അവരോട് തിരക്കിയതിന് ശേഷം മാത്രം നിങ്ങളത് കൈമാറ്റം ചെയ്യുക. ഫോണിലൂടെ ഒരാളിനും നിങ്ങളുടെ ആധാർ, പാൻ കാർഡ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ബുക്ക് ഡീറ്റെയിൽസ് എന്നിവ ഒരിക്കലും കൈമാറരുത്. രണ്ടാമത്തത്, ഫോണിലൂടെ ഈ SMS, വാട്സാപ്പ് തുടങ്ങിയ മെസ്സേജുകൾ വരികയാണെങ്കിൽ, ആ മെസ്സേജിലൂടെ പണം ആവശ്യപ്പെടുകയാണെങ്കിൽ ആ പണം ആവശ്യപ്പെട്ട വ്യക്തിയുമായി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ആ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നോ, പണം ആവശ്യപ്പെട്ടിരുന്നോ എന്ന് വ്യക്തമായി നിങ്ങൾക്ക് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ആ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുക. അടുത്തത്, നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുക
അല്ലെങ്കിൽ സമ്മാനത്തുക ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടും, അല്ലെങ്കിൽ തുടങ്ങിയ ഏതെങ്കിലും രീതിയിലുള്ള SMS നമ്മുടെ മൊബൈലിലേക്ക് വരികയാണെന്നിരിക്കട്ടെ. അത്തരം SMS വന്നു കഴിഞ്ഞാൽ പരമാവധി ഇത്തരം SMS നമ്മൾ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും SMS നമ്മുടെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത കമ്പനിയിൽ നിന്നോ ആണ് വരുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അത്തരം SMS റെസ്പോണ്ട് ചെയ്യുക. ഒരിക്കലും നമ്മൾ ആ ലിങ്കുകളിലൂടെ കയറാതിരിക്കുക. പിന്നെ ഒന്ന്, നമ്മുടെ ബാങ്ക് നമ്മുടെ KYC മറ്റ് കാര്യങ്ങൾ ഒക്കെ ഫോണിലൂടെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇല്ല. ആ KYCയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഗ്രഡേഷൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ തന്നെ പോയി നേരിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് നമ്പർ എന്നിവ ആരെങ്കിലും ഫോണിലൂടെ ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും ഈ പാൻ കാർഡിൻ്റെയോ ആധാർ കാർഡിൻ്റെയോ നമ്പറുകൾ ആർക്കും നമ്മൾ കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോണിൽ മിക്കപ്പോഴും OTP നമ്പറുകളാണ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ അവസാനത്തെ ലിങ്ക് എന്ന് പറയുന്നത്. ആ OTPക്ക് ശേഷമാണ് ചിലപ്പോൾ നമ്മുടെ വാട്സാപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും നമ്മുടെ അക്കൗണ്ടുകളായാലും എല്ലാം തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്നത് OTPയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതും പലപ്പോഴും OTPയിലൂടെയാണ്. അതുപോലെ തന്നെ പാസ്വേഡുകളും ഉണ്ട്. പലപ്പോഴും നമ്മൾ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ OTPയോ പാസ്വേഡുകളോ ഒരാളോടും പറഞ്ഞു കൊടുക്കരുത്. OTP പ്രത്യേകിച്ചും നമുക്ക് ഏത് തരത്തിലുള്ള മെസ്സേജുകൾ വന്നാലും, പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സാണ് വിളിക്കുന്നത് എന്നുള്ള വ്യാജേന പലരും വിളിക്കും. ചിലപ്പോൾ അവരുടെ ഫോൺ ഹാക്ക് ചെയ്തതിന് ശേഷം അവരുടെ നമ്പറിൽ നിന്നായിരിക്കും നമ്മളെ വിളിക്കുന്നത്. നമ്മളെ വിളിച്ചിട്ട് പറയും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്, അതിലൊരു OTP നമ്പറുണ്ട്, അതൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് പലരും ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ OTP നമ്പർ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. കാരണം OTP നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വൺ ടൈം പാസ്വേഡ് എന്ന് പറയുന്ന ഈ OTP നമ്പർ 5, 10, 15 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഈ ചോദിക്കുന്നവർ വളരെ വെപ്രാളപ്പെട്ടായിരിക്കും നിങ്ങളുടെ ചോദിക്കുക. ഉടനെ പാസ് ചെയ്ത് തരണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവും, ഉടനെ എനിക്ക് അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കും. ഈ OTP നമ്പർ കൊടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അപ്പോഴേ പൈസ നഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനാണെങ്കിൽ ഉടനെ തന്നെ അവർ ഹാക്ക് ചെയ്യും. ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വാട്സാപ്പ് ആയാലും നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളായാലും അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആയാലും ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ആയാലും എന്തായാലും പൂർണ്ണമായിട്ടും അവരുടെ നിയന്ത്രണത്തിലായി കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ OTP ഷെയർ ചെയ്യരുത്. OTP നിങ്ങളോട് ആരും ആവശ്യപ്പെടത്തില്ല. അഥവാ OTP ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്ന് സാധാരണ നിലയിൽ ചെയ്യുന്ന ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുൻപിൽ നിന്നും ആ സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്ന സംഗതികൾക്കായിരിക്കും ചിലപ്പോൾ OTP ആവശ്യപ്പെടുന്നത്. നമ്മൾ ചിലപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്നു, നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം. അപ്പോൾ അവർ അക്ഷയ കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ അടുത്ത് പറയും, നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തരിക. അല്ലെങ്കിൽ നമ്മളിപ്പം ആധാർ ഗ്യാസ് കണക്ഷനുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോവുകയാണ്, അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറയും ഫോൺ കൊണ്ടുവരണമെന്ന് അവർ പറയും. അവർ അംഗീകൃത ഏജൻസിയാണ്, അവിടെ OTP വരുന്നു, നമ്മൾ ഷെയർ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ സാധനം മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടത്തി നമ്മൾ ആ സ്ഥാപനത്തിൽ ചെന്നതിന് ശേഷം, ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെന്നതിന് ശേഷമാണ് ഗോൾഡ് ലോണോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് OTP ചോദിക്കാറുണ്ട്, അവർക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരിക്കലും അവർ ഫോണിലൂടെ ബന്ധപ്പെടുന്ന സംഗതികളിൽ നമ്മൾ എൻകറേജ് ചെയ്യരുത്. ആ സ്ഥാപനത്തിൽ നിന്ന് ചെയ്യുന്ന OTP സംബന്ധമായ ട്രാൻസാക്ഷനുകൾ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കാവൂ, OTP പറഞ്ഞു കൊടുക്കാവൂ. വേറെ ആരും തന്നെ ഒരിക്കലും നിങ്ങളോട് ഈ OTP ആവശ്യപ്പെടില്ല എന്നുള്ള സംഗതി വളരെ ശ്രദ്ധിച്ചോണം. ഈ അടുത്തിടെ കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. ഈ വാട്സാപ്പിലൂടെ തന്നെ നമുക്ക് പേയ്മെൻറ്റുകൾ നടത്താമല്ലോ. അപ്പോൾ ഈ വാട്സാപ്പ് ഹാക്കി, അത് മാത്രമല്ല ഈ വാട്സാപ്പിലൂടെ നമ്മൾ മെസ്സേജസും പലർക്കും അയക്കാറുണ്ട് പൈസ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു റീസെൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഒരാളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്തതിന് ശേഷം ആ വാട്സാപ്പ് നമ്പറിലെ കോൺടാക്റ്റിലൂടെ മെസ്സേജുകൾ അയക്കുക. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന SMS എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ വാട്സാപ്പിൽ നിന്നായിരിക്കും. ആ സുഹൃത്തിൻ്റെ വാട്സാപ്പ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന OTP പറഞ്ഞു കൊടുക്കും. അവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് OTP ആണ്. അപ്പം സുഹൃത്താണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. സുഹൃത്ത് പറയുന്നത് എന്താണ്, എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ഒന്ന് ഇട്ടേക്കണേ, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലോട്ട് പൈസ ഇട്ടേക്കണേ, അങ്ങനെ പറയത്തുള്ളൂ. ഈ OTP ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് വ്യാജമാണെന്ന് തീർത്തോണം. അതല്ല, നിങ്ങളുടെ സുഹൃത്ത് വരുന്ന മെസ്സേജുകളാണെങ്കിൽ കൂടി ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ആ സുഹൃത്തിനെ വിളിച്ചോ അല്ലെങ്കിൽ സുഹൃത്തിനെ കോൺടാക്ട് ചെയ്തോ അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രാൻസാക്ഷൻ അയക്കാവൂ. അവിടെ ഒന്നും തന്നെ ഈ നിങ്ങളുടെ OTPയോ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ നിങ്ങളുടെ പാൻ കാർഡോ നിങ്ങളുടെ ആധാർ കാർഡോ ഒന്നും സാധാരണ ഈ സുഹൃത്തുക്കൾ നിങ്ങളുടെ ട്രാൻസാക്ഷനിൽ ചോദിക്കാറില്ലല്ലോ. സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നു, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പൈസ അയക്കുന്നതിന് ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ വരുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ പറയുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെ ആയിരിക്കത്തില്ല, സുഹൃത്തിൻ്റെ അക്കൗണ്ടിലോട്ട് ആയിരിക്കത്തില്ല ഈ പൈസ പോകുന്നത്.
ഈ OTP ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ സുഹൃത്തിൻ്റെ ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ടിൽ നിന്നും നിങ്ങളിലേക്ക് മെസ്സേജ് വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പറയുന്ന OTP എന്ന് പറയുന്നത് അവരുടെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട OTP ആയിരിക്കും, അല്ലെ അക്കൗണ്ട് നമ്പരും അവരുടെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ പൈസ ചെല്ലുന്നത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആയിരിക്കത്തില്ല. ആരാണോ OTP ആവശ്യപ്പെട്ട് നിങ്ങളെ വ്യാജമായിട്ട് വിളിക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ഇത്തരം ട്രാൻസാക്ഷനുകൾ നടത്തുന്നതിന് മുമ്പും നിങ്ങൾ തീർച്ചയായിട്ടും വിജിലൻ്റ് ആയിരിക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, ഒരു കാരണവശാലും നിങ്ങളുടെ OTP, പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പാസ്വേഡ്, ഇതൊന്നും തന്നെ ഒരിക്കലും ഒരാളോടും ഫോണിലൂടെ ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ചെയ്യേണ്ട ചില സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യാം. അതേ ചെയ്യാറുള്ളൂ. അപ്പം ഈ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള തട്ടിപ്പുകളാണ് വരുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും SB അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഇങ്ങനെ പല അക്കൗണ്ടുകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ഈ സാധാരണ നിലയിലുള്ള ആൾക്കാരാണെങ്കിൽ, വലിയ ട്രാൻസാക്ഷൻ ഒന്നും നടത്തുന്ന വലിയ ബിസിനസ്സുകാരൊന്നുമല്ല, നമുക്കൊരു കറണ്ട് അക്കൗണ്ടോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നമ്മൾ ഡെയിലി നടത്തുന്ന ആളോ ഒന്നും അല്ലെങ്കിൽ ഈ SB അക്കൗണ്ടിൽ ഒരു മിനിമം എമൗണ്ട് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഡെയിലി ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീക്കിലി ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ SB അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം ബാക്കി പൈസ നിങ്ങളൊരു FDയിലേക്ക് ഒരു മിനിമം പീരീഡിലേക്കുള്ള 1 വീക്കിലേക്കോ 2 വീക്സിലേക്കോ അല്ലെങ്കിൽ 30 ഡേയ്സിലേക്കോ ഒക്കെ ഉള്ള ഒരു FDയിലേക്ക് മാറ്റിയിട്ടാൽ ഈ അപകടത്തിൽ നിന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാകാം. കാരണം പലപ്പോഴും അക്കൗണ്ടിൽ തോനെയും പണമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർ വിളിക്കാറുള്ളത്. അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുള്ള ആൾക്കാരെയും പ്രായം ചെന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ വിശ്വസിക്കത്തക്ക തരത്തിലുള്ള മറ്റ് സാഹചര്യങ്ങളിലൂടെ അവരെ കൊണ്ടുപോയി ആ രീതിയിലായിരിക്കും അവർ വിളിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ, പൈസ കുറവാണെങ്കിൽ പലപ്പോഴും നിങ്ങളെ ആരും വിളിക്കാറില്ല. പലപ്പോഴും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന അൾട്ടിമേറ്റായിട്ട് പണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഒരു മിനിമം അക്കൗണ്ട് ഇട്ടതിന് ശേഷമാണ്, ഇതാണ് എൻ്റെ ഒരു അഡ്വൈസ്. പിന്നെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ബാങ്കുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അക്കൗണ്ടിൽ കൂടുതൽ പൈസ കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ പലരെയും വിളിച്ച് ഇത്തരം വ്യാജ തട്ടിപ്പുകളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ അഫേഴ്സിന് ഒരു 1 വീക്കിലേക്കൊക്കെയുള്ള പൈസ നമ്മൾ SB അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം ബാക്കി പൈസ നമ്മൾ അതേ ബാങ്കിൽ തന്നെ പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആ ബാങ്കിൽ നിക്ഷേപിക്കുകയോ ചെയ്താൽ, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് ഒരു എമർജൻസി വന്നു, അവിടുത്തെ വിഡ്രോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല. നിങ്ങളുടെ ക്യാപിറ്റൽ അതേപോലെ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒന്നുകിൽ കുറയും അല്ലെങ്കിൽ ഇല്ലാതാകുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു ലോസ് ഉണ്ടാവില്ല. അതല്ല, നിങ്ങൾക്കൊരു 30 ദിവസത്തേക്കാണ് ഇൻട്രസ്റ്റ് FD ഇടുന്നതെങ്കിൽ ആ 30 ദിവസത്തെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ആ പൈസ എടുത്ത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ SB അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസാക്ഷന് ബുദ്ധിമുട്ടുണ്ടാകില്ല. നമ്മൾ എളുപ്പമാർഗ്ഗങ്ങൾ നോക്കുന്നതാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. പിന്നെ ഈ ഫോൺ ആപ്ലിക്കേഷൻ വഴിയുള്ള ട്രാൻസാക്ഷൻസ് നടത്തുമ്പം ഈ അക്കൗണ്ട് നമ്മുടെ ഫോണുമായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് പലപ്പോഴും ഇത് പല ആൾക്കാർക്കും ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന്, ഈ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ എല്ലാം ഓപ്പൺ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും നമ്മളൊരു സുരക്ഷിതമായ ഒരു രീതിയിലാണ്, നമ്മൾ സേഫ് സോണിലാണ് നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എല്ലാ അക്കൗണ്ടുകളും നമ്മളൊരു കാരണവശാലും നമ്മുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻസുമായിട്ട്, ഈ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm ഇത്തരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൈസ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ അക്കൗണ്ടിലേക്ക് മാറ്റിയെത്തിയതിന് ശേഷം ആ ട്രാൻസാക്ഷൻ നടത്തുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് എല്ലാ അക്കൗണ്ടുകളും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്താതെ ഇരിക്കുന്നതും ഒരു സുരക്ഷിത മാർഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ഈ ഹണി ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഹണി ട്രാപ്പിങ്ങും പലപ്പോഴും ഈ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് ഈ ഹണി ട്രാപ്പിങ്ങിൻ്റെ വലയിലേക്ക് വീഴുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ഒരു കാരണവശാലും നമുക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന വീഡിയോ കോളുകൾ, ഓഡിയോ കോൾ അറ്റൻഡ് ചെയ്താൽ പിന്നെയും കുഴപ്പമില്ല, വീഡിയോ കോളുകൾ ഒരു കാരണവശാലും നമ്മൾ അറ്റൻഡ് ചെയ്യരുത്. പരിചയമില്ലാത്ത ആൾക്കാർ വിളിക്കുന്ന വീഡിയോ കോളുകൾ നമ്മൾ എടുക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് ഈ സംഗതികളെക്കുറിച്ച്, മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളെക്കുറിച്ച് പറയുവാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.